റീയൂസ്ഡ് കണ്ടൻ്റാണ് വന്നേക്കുന്നത്. ഹായ്, നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു കാര്യം പറയാനാണ്. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിൽ, അതായത് നമ്മുടെ മോണിറ്റൈസേഷൻ വാണിംഗാണ് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് റീയൂസ്ഡ് കണ്ടൻ്റാണ് വന്നേക്കുന്നത്. പക്ഷെ അന്ന് എനിക്കറിയാം, ഞാൻ അതിനകത്ത് ഒരു റീയൂസ്ഡ് കണ്ടൻറ്റും ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ കംപ്ലീറ്റ് ഞാനൊന്ന് റിവ്യൂ ചെയ്ത് നോക്കിയപ്പം കുറച്ച് കഴിയുന്നത് അവരുടെ പോളിസിക്ക് അനുസരിച്ചിട്ട് കണ്ടെത്തി. ആ ഒരു തെറ്റ് ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് മിസ്റ്റേക്ക് വന്നെന്നുള്ളത് പറയാം. അത് നിങ്ങൾക്ക് നാളെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഈ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാം. കാരണം കംപ്ലീറ്റ് ഇപ്പം ഒരു യൂട്യൂബിൽ നിന്നുള്ളൊരു വ്ളോഗാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മുടെ ഞാൻ ചില വീഡിയോസിലൊക്കെ വോയിസ് അങ്ങനെ ചെയ്യാറില്ല, വളരെ കുറവാണ് അത്. പക്ഷേ മലയാളം അല്ല കേട്ടോ, അത് എൻ്റെ ഒരു ഹിന്ദി ചാനലാണ്. അതിലാണ് കൂടുതലും ഞാൻ, അതായത് ഗുജറാത്തിനെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത്. അത് ഞാൻ പേഴ്സണലായിട്ടും ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത്. അപ്പം നമ്മൾ ഈ വോയിസിന് യൂസ് ചെയ്യാതെ ചെയ്യുന്ന വീഡിയോസിൽ ഞാൻ കുറച്ച് സോങ്സൊക്കെ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി എഴുതും. കാര്യം മ്യൂസിക് നമ്മുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ പോലും, കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് ആണെങ്കിലും കണ്ടിന്യൂ യൂസ് ചെയ്യുന്നതുകൊണ്ട് റീയൂസ്ഡ് കണ്ടൻറ്റ് വരാം. പിന്നെ എൻ്റെ ഈ ഇതിലിടുന്ന വീഡിയോസ് തന്നെ ഞാൻ ചില സമയത്ത് അതിലേക്ക് ഇടാറുണ്ട്. അപ്പോൾ സെയിം ചാനലിനാണെങ്കിൽ പോലും നമുക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് വരും. നമ്മൾ വിചാരിക്കും, അയ്യോ അത് എൻ്റെ ചാനൽ തന്നെയാണല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് ഇടാമല്ലോ. അങ്ങനെയല്ല. പക്ഷേ യൂട്യൂബ് പോളിസി അനുസരിച്ചിട്ട് അത് ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് തന്നെയാണ്. ഈ 2-3 കാര്യങ്ങളാണ് എനിക്കിപ്പോൾ അതിൽ നിന്ന് കാണാൻ സാധിച്ചത്. പിന്നെ അതല്ലാതെ ചില വീഡിയോസിലൊക്കെ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്, പക്ഷേ അത് എഫക്റ്റഡ് ആയിട്ടില്ല. അത് നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് അത് പ്രശ്നമില്ല. എന്തായാലും നോക്കാം. അപ്പോൾ ഈ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോസ് നിങ്ങൾക്ക് ഇത് കാണാൻ, ഷോർട്ട് വീഡിയോ പോയി നോക്കിക്കഴിഞ്ഞാൽ മില്യൺസ് വ്യൂസ് ഒക്കെ ഉണ്ട്. ആ മില്യൺസ് വ്യൂസ് വന്നതിൽ ഏത് സമയത്ത് ഇട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നതെന്നുള്ളൊരു സംഭവമുണ്ട്. അതിപ്പോൾ അവർ പറയും നമ്മുടെ ആ ഗ്രാഫൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ, പക്ഷേ അതൊന്നുമല്ല. പക്ഷേ രണ്ടൊരു സമയമുണ്ട്. ഈ ടൈമിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ നല്ലോണം ബൂസ്റ്റ് ആവുന്നുണ്ട്. ഞാൻ നോട്ട് ചെയ്തു. അപ്പോൾ ആ ടൈം അറിയാമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയുക, ടൈപ്പ് ചെയ്യുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.